അപ്പോൾ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ന്യൂ വീഡിയോ. അപ്പോൾ ഗായ്സ് നമ്മളൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. മൈ നെയിം ഈസ് നഹാൻ നൗഫൽ ആൻഡ് വെൽക്കം ടു നഹാൻസ് വേൾഡ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് ചിന്തിച്ചത് ഒരു ഇൻഷോട്ട് പഠിപ്പിക്കുന്നതാണ്. ഈ ഒരു എഡിറ്ററിന് ഫസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് ഇൻഷോട്ട്. ഇൻഷോട്ടിന് നമ്മൾ പഠിക്കുന്നത് ഈ വീഡിയോയിലൂടെ മൊത്തം കാണുന്നതാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലായ BSc എഡിറ്റ് എന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ ഇൻഷോട്ട് എടുക്കാം. നമുക്കിപ്പോൾ വീഡിയോ ആവണ്ടേ, ഇതൊക്കെ വീഡിയോ നോക്കിയിട്ട് ന്യൂ നോക്കാം. നമുക്കിപ്പം തൽക്കാലം വേണ്ട വീഡിയോ എടുക്കാം. ചീട സൈഡിൽ ടിക്ക് വെക്കാം. നമ്മൾ ടിക്കുന്ന് ഇപ്പം നമ്മൾ ഫസ്റ്റ് മുതൽ തുടങ്ങാം. ഫസ്റ്റ് ക്യാൻവാസിൽ കാണിക്കുന്നത് എങ്ങനെ ഉണ്ടാവും. ടിക്ടോക്കിൽ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനത്തെ കുറേ രീതികളുണ്ട്. ഇപ്പോൾ ഫ്ലിപ്പ് അങ്ങനെ. ഇപ്പോൾ നമുക്ക് നോർമലി ഇത്. പിന്നെ നമുക്ക് സൂം ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ സൂം ചെയ്യാം. അപ്പം സൂമായി വീഡിയോ. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഇത് ശരിക്കും വീഡിയോ ആണ്. നമ്മൾ സൂം ചെയ്തതിന് അടുത്ത ഓഡിയോ ആണ് കാണിക്കുന്നത്. ഓഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ മ്യൂസിക്കിന് ഇപ്പോൾ നമുക്ക് വേണ്ട പാട്ട് ഇതാണെങ്കിൽ ഈ പാട്ടിടുക. അഥവാ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇത് നോക്കിയിട്ട് ഇവിടത്തേക്ക് വരാം. അപ്പം ഇതാണ് ഈ ഓഡിയോൻ്റെ ഉപകാരം. ഇപ്പം നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് വേണമെങ്കിൽ ഇതാ ഇങ്ങനത്തെ കുറേ എഫക്റ്റ് എല്ലാം കൊടുക്കാം. നമുക്ക് കുറേ എഫക്റ്റ് കൊടുക്കാം. പിന്നെ നമ്മൾ ടിക്ക് കൊടുക്കുക. എല്ലാം കഴിഞ്ഞാൽ സ്റ്റിക്കറിന് നമുക്ക് സ്റ്റിക്കർ എടുക്കാം. ഇപ്പം സ്റ്റിക്കർ ഇതെങ്കിൽ ഇത് നമ്മൾ ചെറുതാക്കി എവിടെയാ വേണ്ടത്, വലുതാക്കി എവിടെയാ വേണ്ടത്, ഇതെല്ലാം കൊടുക്കാം. ഞാൻ അടുത്ത കാണിക്കുന്നത് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യല്. ആദ്യം തന്നെ നമുക്കിപ്പം റൊണാൾഡോ. അപ്പം നമുക്ക് റൊണാൾഡോ എന്ന് അടിക്കാം. റൊണാൾഡോ. അപ്പം നമ്മൾ റൊണാൾഡോ എന്ന് അടിച്ചു കഴിഞ്ഞു. അത് പിന്നെ ഈ ക്യാപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാം. അങ്ങനെയല്ല. അടുത്ത ടെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തു. പിന്നെ ഇത് എഫക്റ്റ്. ഇപ്പോൾ ഈ എഫക്റ്റ് എന്തെല്ലാം വെച്ചാൽ സൂം ആക്കുക, ഇതാക്കുക, ഷെയ്ക്കാക്കുക, അങ്ങനെ കുറേ എഫക്റ്റ് ഉണ്ട്. ഈ ഓൾ എഫക്റ്റ് പോവുക, ആ എഫക്റ്റിലും പോവാം. ഇതിനും വേറെ പറയുക കാണാം. അങ്ങനെ കുറേ എഫക്റ്റെല്ലാം ഉണ്ട്. പിന്നെ വരുന്നത് അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി ബ്രൈറ്റ്നസ് കൂട്ടോ കുറക്കുക. നമ്മൾ ഫോണിൽ ചെയ്യുന്നിടത്ത് സംഭവം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഫിൽട്ടർ. ഇപ്പോൾ ഫിൽറ്ററും അത് ഇത് ഒരേ തന്നെയാണ്. പിന്നെ ഇപ്പോൾ തൽക്കാലം പിപ്പ് നോക്കിയപ്പോൾ ഇത് വേണം. ഇപ്പോൾ ഇതാണെങ്കിൽ ഇത് ചെറുതാക്കി സൈഡിൽ വെക്കാം. ഇപ്പം ആ സൈഡിൽ വെച്ചാൽ അതാ ഇങ്ങനെ ഒരു രീതിയാവും. ഈ പിപ്പിനെ കൊണ്ടുള്ള ഉപകാരം. പിന്നെയുമുണ്ട് അത് ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് ആക്കാം, വേണമെങ്കിൽ പിപ്പ് എടുക്കാം, പിപ്പി പോവാം. അപ്പോൾ ആണെങ്കിൽ ഇതന്നെ ആണ് വിചാരിക്കുക. അപ്പോൾ ഇതന്നെ എടുത്ത് ഇവിടെ സൈഡിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഇതാക്കാം. നമ്മളത് നിൽക്കാം. ആനിമേഷൻ വേണമെങ്കിൽ ആനിമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കുറേ ഇങ്ങനെ കുലുക്കെല്ലാം ചെയ്യാം. ഇങ്ങനെ നേരത്തെ കൺസെപ്റ്റ് സംഭവം തന്നെ നമ്മൾ സൂമെല്ലാം ചെയ്തിട്ടില്ല. ഇങ്ങനെ ആനിമേഷനും കൊടുക്കാൻ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത് തന്നാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വേണ്ട. ഇവിടെ ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, ജേഴ്സിൻ്റെ ഇത് മാത്രമാണെങ്കിൽ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഇതൊക്കെയാൽ നമ്മളെ ഇങ്ങനെ കണ്ട നേരത്തെ കാണിച്ചതിന് എല്ലാം കുറവായി. വെറും ഫോട്ടോ മാത്രം വന്നു. ഇതിനെ കൊണ്ടുള്ള ഉപകാരം. പിന്നെ കാണിക്കുന്നത് ഇത് പെർഫെക്റ്റ് ഇപ്പം നമുക്ക് ഇവിടം വരെ വേണ്ടു ടിക്കൊക്കെ. പിന്നെ അത് മാത്രം കാണിക്കും. അഥവാ നമ്മൾ ചെയ്ത് തെറ്റിപ്പോയെങ്കിൽ ഇതൊക്കെ. അത് വേണമെങ്കിൽ ഇത് പിന്നെ ഇത് അങ്ങനെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം സ്പ്ലിറ്റ് ഓരോ കട്ടായി വീഡിയോ ഇട്ടു കട്ടയച്ച്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ട ഒരു വര പോലത്തെ സാധനം അത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെല്ലാവും. ഇങ്ങനെ കുറേ ഇതുണ്ടാവും. ഇതെല്ലാം പൈസ കൊടുക്കണം. ഇത് ഇങ്ങനെ ഇവിടെ കാണിക്കുന്ന ഇത് മൊത്തം തട്ടത്ത് കാണിക്കുന്ന മൊത്തം പൈസ ഇല്ലാണ്ട് ഒന്നാമത്തെ ലെയറിൽ മൊത്തം ഫ്രീ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയെല്ലാം ചെയ്യാം. പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്ത് അതിനെ ഡിലീറ്റ്. ഇപ്പം നമുക്ക് ഈ ഭാഗം ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് ആക്കാം. അഥവാ തെറ്റിയെങ്കിൽ ഇത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഡിലീറ്റ് ആയിട്ട് മതി. പിന്നെ വോളിയം എന്ന് വെച്ചാൽ ഇപ്പോൾ സൗണ്ട് കുറക്കണമെങ്കിൽ കുറക്കാം. അപ്പോൾ നമ്മൾ പാട്ട് വെക്കുന്നില്ല. ഇതാണ് വോളിയമിനെ കൊണ്ടുള്ള ഉപകാരം.
അടുത്ത ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ബ്ലറായി വേണമെങ്കിൽ ബ്ലറ്, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, ഫുൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുക. അങ്ങനെ കളറെല്ലാം കൊടുക്കുക. ഇതിനെ കൊണ്ടുള്ള ഉപകാരം. സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇപ്പം നല്ല പോവും, ആ സ്പീഡിലും പോവും മല്ലിയും പോവും. ഇത് ഇങ്ങോട്ട് പോയ സ്പീഡ്, ഇങ്ങോട്ട് പോയാൽ മല്ല. ഇപ്പം നോക്കാം, മല്ല പോകുന്നുണ്ടോ? ഇതിനെ കൊണ്ടുള്ള ഉപകാരം. ഇനി അടുത്ത ആനിമേഷൻ. നേരത്തെ പറഞ്ഞ ഷെയ്ക്ക് പോലത്തെ അത് നമുക്ക് ഇതിന് മാത്രമായിട്ട്. പിന്നെ ഓൾ കട്ട് എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്താൽ നമുക്കാവും. പിന്നെ ക്രോപ്പ് ഇപ്പോൾ ഇതെടുക്കാം, ഇത് സൂം ചെയ്യണമെങ്കിൽ സൂം ആക്കാം, ഇങ്ങനെ ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം. നമുക്കിപ്പോൾ ഇങ്ങനെ അടുത്ത നിങ്ങൾക്ക് പ്രത്യേകതമായത് മാത്രം ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ഇതൊക്കെ പിന്നെ ബാക്ക് മൊത്തം ബ്ലാക്കായി. ഇപ്പം ഈ റൊണാൾഡോൻ്റെ ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഇനി ക്രോമ് ഇതൊക്കെ ഇവിടെ വന്നാൽ ഇങ്ങനെ ജേഴ്സി മാത്രം വന്ന് നേരത്തെ നമ്മൾ കാണിച്ചിട്ടില്ല സ്റ്റിക്കറിനെല്ലാം കൊടുക്കുന്ന അതുപോലത്തെ സാധനം. ഇതെല്ലാം കണക്ക് തന്നെയാണ്. പിന്നെ മാസ്ക് എന്ന് വെച്ച് ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കാം, ചീർത്ത് വരാം. എന്നിട്ട് നമ്മൾ പ്ലസ് വെക്കാം, പിന്നെയും മാസ്കിൽ പോവാം. നമ്മൾ ഇങ്ങനെ ഇത് നീട്ടി വലിക്കാം. ഇങ്ങനെ കുറേ ഉപകാരങ്ങളെല്ലാം ഉണ്ട്. ഇത് നോക്കാം, കണ്ടോ? ഇതാണ് ഇതിനെ കൊണ്ടുള്ള ഉപകാരം. പിന്നെ നിങ്ങൾ അത്യാവശ്യമായി പഠിക്കണം റൊട്ടേറ്റ് ഇപ്പോൾ ഇങ്ങനെ കറങ്ങി പോകുന്നതെല്ലാം. പിന്നെ അടുത്ത ഫ്രീസ്. ഇത് കണ്ട ഫ്രീസ് എന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായി വരും. അപ്പോൾ അത് ഇപ്പം ചെയ്യുന്നുണ്ട്, ഇപ്പം ഫ്രീസായി. അത് നിങ്ങൾക്ക് അഥവാ തിരിയുന്നില്ലെങ്കിൽ നല്ല മേക്കടിച്ചു തരാം വേണമെങ്കിൽ. നമുക്കിങ്ങനെ ഫ്രീസെല്ലാം കിട്ടും. ഇങ്ങനെ ബാക്ക് അടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം ചെയ്യാം. അണ്ടു അടിച്ചാലും മതി. ഫ്രീസൊക്കെ ഇങ്ങനെ സ്റ്റോപ്പാവും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് നമ്മളിങ്ങനെ ഫ്രീസായ ഭാഗത്തുനിന്നെല്ലാം ടെക്സ്റ്റ് ചെയ്യാം. അടുത്തതായിരുന്നത് നിങ്ങൾ റിവേഴ്സ് ആയിട്ട് പിന്നെ പഠിക്കണ്ടു. റിവേഴ്സ് എന്ന് വെച്ചാൽ നോക്കാം, ഇവിടെ ഞാൻ റിവേഴ്സ് ആവും. നമ്മളൊരു വീഡിയോ വരണം. ഇതിപ്പോൾ പ്രിപ്പയർ ആവാം. നോക്കാം, റിവേഴ്സ് ആയിട്ട് വരാം. നോക്കൂ, ഇത് ലാസ്റ്റ് അല്ലേ, ഈ ചിത്രം വരുന്ന അത് ഫസ്റ്റ് ആയിരിക്കും. അതായത് ഈ റിവേഴ്സിൽ കൊണ്ടുള്ള ഉപകാരങ്ങൾ. അത് റിവേഴ്സ്. പിന്നെ ലാസ്റ്റ് ചെയ്യുന്നത് ഈസ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 2 എണ്ണമായിട്ട് ഇങ്ങനെ കിട്ടും. ഈസിനെ കൊണ്ടുള്ള ഉപകാരം. അപ്പം അഥവാ ഇനിയും വീഡിയോ ആണെങ്കിൽ ഇതൊക്കെ ബ്ലാങ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ കറുപ്പ് നിറത്തിൽ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി. ഇനി ഇതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ബ്ലറായിട്ടെല്ലാം കിട്ടാൻ ഈ ഭാഗം നമുക്ക് ഏത് ഭാഗം ബ്ലറായിട്ട് വേണ്ടേ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ശരിയായി ബ്ലറ്. അതാണ് ഇതിനെ കൊണ്ടുള്ള ഉപകാരം. പിന്നെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഇതാ. എൻ്റെ ചാനലിൻ്റെ പേര് നഹാൻസ് വേൾഡ്. ജസ്റ്റ് ഞാൻ ഇത് തന്നെയാണ്. സ്പെല്ലിംഗ് തെറ്റലുണ്ടാവും, നിങ്ങൾ വിഷയിക്കേണ്ട. നഹാൻസ് വേൾഡ് എൻ്റെ ചാനലിൻ്റെ പേര് എഴുതി. അഥവാ വീടുന്നാണെങ്കിൽ നക്കി പിടിക്കുക, ചെറുതും വലുതലാക്കാം. ഇപ്പം ടിക്കാക്കാം, ഇവിടെ കാണും. ഇപ്പം നമുക്ക് സൗണ്ട് ഒഴിവാക്കാം. സമയം വേഗം മാറാം. ഇത് നമുക്ക് ഇതാണ് ഇതിനെ കൊണ്ടുള്ള ഉപകാരം. നമുക്ക് ജസ്റ്റ് ഒന്ന് എഫക്റ്റ് അഡ്ജസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അഡ്ജസ്റ്റ് ഇങ്ങനെ കൂട്ടും കുറക്കണം ചെയ്യാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫുൾ കൂട്ടിയിട്ടാൽ വേണ്ട. ഇപ്പോൾ പിന്നെ ഫിൽറ്റർ എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ പിങ്ക് കളറ് അങ്ങനത്തെ കളറിലാക്കാം. ഇത് ഈ കളറാണെങ്കിൽ അങ്ങനെ കുറേ കളറല്ല. ഇങ്ങനെ കുറക്കും കൂട്ടും ചെയ്യാം. ഇതെടുക്കാൻ വേണമെങ്കിൽ. ഇനി നമുക്ക് ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് ആക്കാം. പിന്നെ ഓഡിയോ ഇപ്പോൾ ഇതൊരു വലിയ വീഡിയോ വിചാരിക്കും. ഇപ്പോൾ ഞാൻ ഓഡിയോ ഡിലീറ്റ് ആക്കും. ഒന്നും കൂടി മ്യൂസിക് എടുക്കാം. ഇതിനൊക്കെ നമുക്ക് ഇത് പോരാ വിചാരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ചെറിയതാവാം, ഇവിടെ വരെ ഉള്ളെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഒരു ഡ്യൂപ്ലിക്കറ്റാണ്. ആ ഡ്യൂപ്ലിക്കറ്റ് പിടിച്ച് നിൽക്കിയാൽ മതി. ഇവിടെ ഇങ്ങനെ ഡ്യൂപ്ലിക്കറ്റ് ഇപ്പോൾ ഇപ്പോൾ ഇത് ഫുള്ളുള്ളതുകൊണ്ട് ഡ്യൂപ്ലിക്കറ്റ് കാണിക്കൂല. അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് മൊത്തം കഴിഞ്ഞ് നമ്മളൊരു ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചെയ്ത ഫൈനൽ റിസൾട്ട്.
ഇനി നമ്മൾ മുകളിൽ എക്സ്പോർട്ട് എന്നാണ് എക്സ്പോർട്ട് അത് നിൽക്കാം. നീ എക്സ്പോർട്ട് ആക്കാം. ഇനി ഒരു പരസ്യം കാണാൻ പോയി ആ പരസ്യം കാണാം. ഇതെന്താ പതിവില്ലാതെ രാവിലെ തൊട്ടൊരു ക്ലീനിങ്. നമ്മൾ എക്സ്പോർട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ എക്സ്പോർട്ട് ആവും. മൊത്തത്തിൽ എക്സ്പോർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഗാലറി വീഡിയോ കാണും. അപ്പം ബൈ ബൈ ഗായ്സ്. നമ്മൾ വീഡിയോയുടെ എൻ്റെ അടുത്തതാണ്. എല്ലാവരും ഇൻഷോട്ട് പഠിച്ചാലോ. നമുക്ക് വീഡിയോയുടെ എൻ്റെ